നമ്മൾ കണ്ടു ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരുപാട് വില്ലേജുകൾ പിടിച്ചെടുത്തു, അതുപോലെ ഗുജറാത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതിന്റെ ഒന്നും പിറകിലല്ല മലയാളി എരിവും പുളിയും തേടിയുള്ള യാത്രയിലാണ്. എങ്ങനെയാണ് സർ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്? അതായത് അള്ളാഹുവിന് കൊടുക്കുന്ന സ്വത്ത് വകകളാണ് ഈ ശരിക്കും പറഞ്ഞാല് വഖഫ് ബോർഡിന്റെ സ്വത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നാളെ എന്റെ വീട് നിൽക്കുന്ന സ്ഥലം 1796 ടിപ്പു സുൽത്താൻ വഖഫ് ബോർഡിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വിട്ടുപോവുകയല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. അതാണ് സ്ഥിതി. അതായത് ഇന്ത്യയില് ഇപ്പൊ നമുക്കറിയാം, ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നത് സർക്കാരാണ്. ക്രിസ്ത്യൻസിന്റെ ആണെങ്കിൽ അവരുടെ തന്നെ സഭയുടെ കീഴിലാണ് അവരുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ സ്ക്രൂട്ടിനി ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ആ സംബന്ധിച്ച് കോടതിയെ പോലെ വ്യവഹാരങ്ങൾ നടത്താനൊക്കെ അവകാശമുണ്ട്. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ഒക്കെ ഇഷ്ടംപോലെ ഭൂമി നാട്ടുകാർ കൊണ്ടുപോയി അതൊക്കെ പോവുക എന്നല്ലാതെ അത് പിടിച്ചെടുക്കാനൊന്നും ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. പക്ഷേ നേരെ മറിച്ച് വഖഫിന്റെ ഒരു സ്വത്തായി അവരങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ കോടതിയിൽ പോകാൻ കഴിയില്ല. വഖഫിന്റെ ട്രൈബ്യൂണലിൽ പോയിട്ട് നമ്മൾ വാദിച്ച് ജയിക്കാൻ പറ്റുമോ? കൊള്ളക്കാരുടെ ഇടയിൽ കയറിയിട്ട് നമ്മൾ കൊള്ളക്കാരോട് നിങ്ങൾ കൊള്ളയടിക്കുന്നു, അത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇപ്പോഴും ഈ മണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് കുറച്ച് മനസ്സിലായി. അതുകൊണ്ടാണ് ദീപിക അത് കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കുന്നത്. അത് മാത്രമല്ല, ഈ എൻക്രോച്ച്മെന്റ് ഗൗരവമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, കോഴിക്കോടത്തെ സ്ഥിതി അറിയാം. എത്രയോ കാലം മുമ്പ് രാജാവ് കൊടുത്തു, ഫറോക്കോളയും കൊടുത്തു. ഫറോക്കോളയെ അവര് വിറ്റു, കാശ് വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ഭൂമിയാണ് ഇന്ന് പറയുന്നത് വഖഫിന്റെ ആണെന്ന് പറയുന്നത്. അപ്പൊ 100-300 കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളുടെ എല്ലാം ആശ്രയമായിട്ട് പോകുന്നത്. നമ്മളൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ഈ വീട് വെക്കാൻ വേണ്ടി ഞാൻ എന്റെ ഭൂമിയാണ് പണയം വെച്ചിരിക്കുന്നത്. എന്റെ വീട് നിൽക്കുന്ന ഭൂമിയിൽ ആ ഭൂമി പണയം വെച്ചിട്ടാണ് എനിക്ക് വീട് വെക്കാൻ കഴിയുന്നത്. ഈ മക്കളെ കെട്ടിക്കാനാണെങ്കിലും ഈ മക്കളെ പഠിപ്പിക്കാനാണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ ആകെയുള്ള നമ്മുടെ ആ ഒരു അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ്. നമ്മൾ കരമടയ്ക്കുന്ന ഭൂമി. ആ ഭൂമി നമുക്ക് ഒരു ദിവസം പറയണം, ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫിന്റെ ഭൂമിയാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ 1000 വർഷം പഴക്കമുള്ള 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് വഖഫിന്റേതായി മാറുന്നത്. ഇത് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതെ, ഈ അവസ്ഥ ചിന്തിക്കാതെ CPM, കോൺഗ്രസ്, അവർക്ക് രണ്ടുപേർക്കും ഈ മുസ്ലിംസിന്റെ വോട്ട് മാത്രം മതി. അതിനുവേണ്ടി തീവ്രവാദത്തെ എങ്ങനെ പരിപോഷിപ്പിക്കാനോ എണ്ണയിട്ട് തടവി കൊടുക്കാനോ അവർ തയ്യാറാണ്. പക്ഷെ അവർക്ക് നാളെ ഇത് തെറ്റായി തോന്നണമെങ്കിൽ AKG സെന്ററിൽ വഖഫ് ബോർഡ് അവകാശം പറഞ്ഞു വരണം. അത് പിന്നീട് അവർ വരാതിരിക്കൊന്നുമില്ല. ഇപ്പൊ പാളയത്ത് നിൽക്കുന്നത് പാളയം പള്ളിയുടെ കീഴിലുള്ള ഭൂമിയാണ് AKG സെന്റർ എന്ന് പറയുമ്പോഴേ ഈ കമ്മികൾക്ക് ബോധം ഉണ്ടാവുള്ളൂ. അതുവരെ കമ്മികൾ, അത് പാകിസ്ഥാനിലാണെങ്കിൽ ശരി, അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ശരി, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും ഈ തീവ്രവാദത്തിന്റെ കൂടെ നിന്ന് സമരസപ്പെട്ട് അവരെ സുഖിപ്പിച്ചു നിർത്തിയാണ്. പക്ഷെ അവരുടെ കയ്യിലേക്ക് എന്നാണ് അവകാശം വരുന്നത്, അവർക്ക് അധികാരം വരുന്നത്, അപ്പോഴേ ആദ്യം തട്ടുന്നത് ഈ കമ്മികളെയായിരിക്കും. ഇപ്പൊ നമുക്ക് പാകിസ്ഥാന്റെ കാര്യത്തിലെടുത്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ബംഗ്ലാദേശിന്റെ കാര്യത്തിലെടുത്താൽ ഇപ്പൊ സമരത്തിന് മുമ്പിൽ ഹിന്ദു പെൺകുട്ടിയാണ് ആദ്യം ആക്രമിക്കാൻ വേണ്ടി പോയത്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പാകിസ്ഥാൻ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഇന്ത്യക്കാരുടെ ഹിന്ദു എന്ന് പറയുന്ന ആ മുഖ്യധാരയ്ക്ക് യാതൊരുവിധ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ആരും സംസാരിച്ചിട്ടില്ല. നെഹ്റുവിന് ഒരു ഇസ്ലാമിക് തോട്ട് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട. അപ്പൊ ഈ കോൺഗ്രസ് ഉണ്ടായത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം അപ്പതി അവർക്ക് എപ്പോഴും ഉണ്ട് അവരുടെ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു ബില്ല് വരുമ്പോ, ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോ, ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിനുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് സാമാന്യമായിട്ടുള്ള ബോധമുള്ള എല്ലാവരും ചിന്തിക്കും. ഇത് അങ്ങനെയല്ല. നമ്മളിത് അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് 1900
50 ക്ഷമിക്കണം 2050 ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇവിടെ ഇസ്ലാമിക ഭരണം വരും. അപ്പൊ പിന്നെ ഇതൊക്കെ വഖഫ് ബോർഡിന്റെ ആയിക്കൊള്ളും, എന്നാ പിന്നെ നേരത്തെ കിടക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വരുന്നത്. ഇതിപ്പോ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിന് മുഴുവൻ ജനതയും ഇന്ന് വഴിയാധാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എവിടെ ഈ പറയുന്ന നിയമത്തിൽ തിരുത്തൽ വന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഭൂമിയും അവരുടെ ആന്തരവും തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പൊ ഇത് നമുക്ക് പറയുകയാണെങ്കിൽ അധിനിവേശ കാലത്ത് എങ്ങനെയാണോ ചെയ്തത്, അധിനിവേശ കാലത്ത് ഇപ്പൊ ടിപ്പു സുൽത്താൻ വന്നിട്ട് മലബാറിനെ ഇങ്ങനെ വട്ടിട്ട് പിടിക്കുക ചെയ്തത്. വട്ടിട്ടിട്ട് പിടിച്ചിട്ട് പറഞ്ഞു എന്താണ്, നാളെ സുന്നത്ത് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടിക്കോ അല്ലെങ്കിൽ മരണം വരിച്ചോ എന്നാ പറഞ്ഞത്. 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഈ മുട്ട മുറിച്ച് അവരുടെ കൂടെ കൂടുക, അതല്ലെങ്കിൽ മരണം സ്വീകരിക്കുക. ആ രീതിയിലാണ് അധിനിവേശം ഉണ്ടായിട്ടുള്ളത്. ഇതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ഒരു ഒരു സൊസൈറ്റിയെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പം പറഞ്ഞാൽ അവരുടെ കീഴിലുള്ള ഭൂമിയുടെ അധീശത്വം അത് വർദ്ധിപ്പിക്കുക, ഭൂമി കൂടുതലായിട്ട് അവരുടെ കൈവശത്തേക്ക് കൊണ്ടുവരിക, സമ്പത്ത് അവരുടെ കൈവശത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ സാമ്പത്തികമായിട്ടും ഈ എല്ലാ രീതിയിലും ഭൂമിയുടെ അളവിന്റെ രീതിയിലുമൊക്കെ ഒരു വശത്തേക്കുള്ള ഒരു ഏകീകരണം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ളവർ ഒന്നുകിൽ അവിടുന്ന് ഓടിപ്പോകുക, അതല്ലെങ്കിൽ അവരിലേക്ക് മാറുക. ഈ 2 ഓപ്ഷനാണ് ഉണ്ടായിട്ടുള്ളത്. ആ 2 ഓപ്ഷന്റെ കൂടെ തന്നെയാണ് എന്നും രാഷ്ട്രീയം നിന്നിട്ടുള്ളത്. ഇപ്പൊ BJP ഭരിക്കുന്ന BJP ആണ് ഒരുപക്ഷെ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് എങ്ങനെ ഈ വഖഫ് നിയമത്തിൽ ഒരു മാറ്റം വരണം. ഇത് ഏകപക്ഷീയമായിട്ട് വഖഫ് ബോർഡ് മാത്രം തീരുമാനിക്കുന്നത് ശരിയല്ല. രാജ്യത്തിന്റെ സമ്പത്ത് ഒരു പ്രത്യേക മതത്തിന് മാത്രം ആ മതം തീരുമാനിക്കുന്നത് പോലെ കൈവിട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ടാണ് ചിന്തിക്കുന്നത്. ഇതിനു മുമ്പും പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആരും തന്നെ ഇതിന്റെ ഗൗരവം അങ്ങോട്ട് ഏറ്റെടുത്തിട്ടില്ല. തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ളത് അത് തമിഴിന്റെ അല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റുകയാണ് ചെയ്തത്. ഈ കോഴിക്കോടുള്ള പ്രശ്നം പോലും ഈ ഗൗരവമായിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളോ ഇത് മര്യാദയല്ല, ഇത് മര്യാദ കേടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സ്വാഭാവികമായിട്ട് ഒരു സമൂഹത്തിൽ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചിന്താഗതി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നേരെ ഒരു പിടിച്ചെടുക്കൽ എന്നുള്ള സ്വഭാവം ഉണ്ടാകുമ്പോൾ അതിന് പ്രതികരിക്കേണ്ടതാണ് ആ സമൂഹത്തിലെ മുതിർന്ന നേതാക്കളാണ്, അതല്ലെങ്കിൽ അവിടുത്തെ പണ്ഡിതരാണ്. ഇതിപ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടും ഇത് തോന്നിവാസാണെന്ന് അറിഞ്ഞിട്ടും തമിഴ്നാട്ടിലെ 1500 വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രം വഖഫിന്റേതാണെന്ന് പറഞ്ഞപ്പോൾ പോലും ഈ കേരളത്തിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ഒരു മുസ്ലിം പണ്ഡിതനോ ഒരു മുസ്ലിം നേതാവോ രാഷ്ട്രീയ നേതാവോ ഇതിന് വ്യത്യസ്തമായിട്ട് പറഞ്ഞ് ഇതിനെതിരായിട്ട് പറഞ്ഞിട്ട് ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് ഒരു പക്ഷേ അവര് എന്താ പറഞ്ഞ വഖഫിന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അതല്ലാതെ ഒരു സമൂഹത്തിൽ ഇത് പാടില്ല എന്ന അർത്ഥത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് കിട്ടിയ നിയമം, ഞങ്ങൾക്ക് കിട്ടിയ അവകാശമാണ്, നീ പോയി പണി നോക്കടാ എന്ന് പറയുന്ന ഒരു രീതിയാണ് നോക്കുന്നത്. അതായത് എന്റെ സ്വത്തിനോ അല്ലെങ്കിൽ എന്റെ മാനത്തിനോ എന്റെ സംസ്കാരത്തിനോ അവിടെ സ്ഥാനമില്ല. എന്റെ ന്യൂനപക്ഷം ആ ഒരു വകുപ്പ് വെച്ചിട്ട് എനിക്ക് തന്നിട്ടുള്ള ചില അധികാരങ്ങൾ, ആ അധികാരങ്ങൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ മേലെയും പ്രയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഈ നമ്മള് ഈ മെന്നാന്ന് കണ്ട മാതിരി ഇസ്രായേല് നമ്മുടെ പേജറിൽ ബോംബ് വെച്ച മാതിരിയാ. നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ട്, നമ്മുടെ കയ്യിലൊക്കെ ഇപ്പൊ നമ്മുടെ ഭൂമി ഒരു പേജർ പോലെയാണ്, എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം, നമ്മളില്ലാതാണ്. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യയിലെ ഈ മുസ്ലിങ്ങളല്ലാതെ ബാക്കിയുള്ളവരുടെ തലയിലൊക്കെ വെച്ചിരിക്കുന്ന ഒരു പേജറോ അതല്ലെങ്കിൽ പറയുന്ന വോക്കി ടോക്കി ആയിട്ട് ഈ മാറുകയാണ് ഇപ്പൊ ഈ പറയുന്ന വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡിനെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ഈ പറയുന്ന നാളെ ചില ബൈജുവിന്റെ ചാനലോ അല്ലെങ്കിൽ എന്റെ ഭൂമിയോ രാമജ ടീച്ചറുടെ ഭൂമിയോ എന്ത് വേണമെങ്കിലും ഇക്കൂട്ടർക്ക് അടിച്ചു മാറ്റാൻ പറ്റും. കാരണം ഒരു 1700-ലയോ 1800-ലയോ ഒരു രേഖ ഉണ്ടാക്കാൻ തെളിയിക്കാൻ യാതൊരു മാർഗമില്ലെന്നും